ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ പ്രിയ 7. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു കുട്ടി താളി പരിചയപ്പെടാം. നമ്മളെല്ലാവരും തന്നെ ആഴ്ചയിൽ ഒന്നെങ്കിലും ഷാംപൂ വാഷ് ചെയ്യാറുള്ളവരാണ്. എന്നാൽ ഈ ഷാംപൂവിൽ എങ്ങനെയൊക്കെയാണെങ്കിലും കുറേയൊക്കെ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. ഷാംപൂ വാഷ് ചെയ്യുന്നതിന് പകരം നമ്മുടെ നാട്ടിലും വഴിയിലും ഒക്കെ കാണപ്പെടുന്നതാണ് ഈ ചെമ്പരത്തി താളി എന്ന് പറയുന്നത്. ഈ താളി അവൈലബിൾ ആയിട്ടുള്ളവർ കറക്റ്റായിട്ട് ഷാംപൂ വാഷ് ചെയ്യുന്നതിന് പകരം ഈ താളി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുടിക്കുണ്ടാകുന്ന ആ ഒരു ഡിഫറൻസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന താളി നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ്. നമ്മുടെ ഓരോ മുടിയും റൂട്ടിൽ നിന്ന് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു താളിയാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ആഴ്ചയിൽ ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തലയിൽ ഉണ്ടായി വരുന്ന ചെറിയ ചെറിയ കുട്ടി കുട്ടി മുടികളുണ്ടല്ലോ, ആ മുടികൾ തൊട്ട് നല്ല രീതിയിൽ നല്ല കറുപ്പിൽ വളർന്നു വരുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വളരെ എഫക്റ്റീവായിട്ട് റിസൾട്ട് ചെയ്യുന്ന എന്നാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഈ താളി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കി വെക്കാനും മറക്കരുത്. എന്നാൽ പിന്നെ സമയം കളയാതെ താളി കണ്ടിട്ട് വരാം. ഈ ഒരു താളി ചെയ്യുന്നതിന് വേണ്ടി ഒരു മിക്സഡ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂവിൻ്റെ അടിയിലത്തെ ആ ഒരു പച്ച കളറുണ്ടല്ലോ, അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം പൂ മാത്രമാക്കി എടുത്തിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂ എത്ര എണ്ണം ഉണ്ടെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 10 എണ്ണം അളവിൽ എടുത്തിട്ടുണ്ട്. കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്ന ചെമ്പരത്തിയുടെ ഇലയാണ്. ഒത്തിരി മൂത്ത് പോകാത്ത സൈസിൽ ഇല എടുക്കാം. അതും നന്നായിട്ടൊന്ന് കഴുകി വേണം എടുക്കുക. ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് കഴുകണം. അതിൽ വല്ല പ്രാണിയോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴുകി നന്നായിട്ട് കളഞ്ഞതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളിയാണ്. സവോളയേക്കാൾ നല്ല ചെറിയുള്ളിയാണ്. ചെറിയുള്ളിലാണ് കൂടുതലായിട്ട് സൾഫർ കണ്ടന്റ് ഉള്ളത്. അപ്പോൾ ഒരു 6-7 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് അത്രയും അളവ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരു 4 എണ്ണം ഒക്കെ എടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കറ്റാർവാഴയാണ്. ഒരു മീഡിയം സൈസ് കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ മഞ്ഞക്കറിയൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം കഴുകി വെച്ചിട്ടുള്ളതാണ് ഇത്. ഇനി ഇതിൽ നിന്നും ആ ഒരു ജെല്ല് മാത്രം ഒന്ന് സ്കൂപ്പാക്കി എടുക്കാം. ഇപ്പം മാത്രം സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കഞ്ഞിവെള്ളമാണ്. ഞാനിപ്പം ഒരു 8 മണിക്കൂറെങ്കിലും പഴക്കമുള്ള കഞ്ഞിവെള്ളം വേണം എടുക്കാനായിട്ട്. ഒന്ന് പുളിപ്പുള്ള കഞ്ഞിവെള്ളം, അത് ഉപ്പിടാത്ത വേണം താനും. ഇപ്പോൾ കഞ്ഞിവെള്ളം ഇല്ല എങ്കിൽ നോർമൽ വെള്ളത്തിൽ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ നിന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിന് അരിച്ചെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അരിക്കാതെ ഇങ്ങനെ തന്നെ വേണം ഡയറക്റ്റായിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുടി ഉണങ്ങി കഴിയുമ്പോഴത്തേക്കിനും ആ ഒരു പൊടിയൊക്കെ കാണുമല്ലോ, ചെമ്പരത്തിയിലയുടെയും പൂവിൻ്റെയൊക്കെ, അതൊക്കെ അങ്ങ് നമ്മളിങ്ങനെ മുടി ചീകുമ്പോഴത്തേക്കിനും പൊക്കോളും. ഇപ്പം എന്തായാലും ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഞാൻ ഒന്ന് അരിക്കുന്നുണ്ട്. ഷാംപൂ വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ താളിയാണെങ്കിലും തലയിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ തലയിൽ എണ്ണ വെച്ചിരിക്കണം. ഇപ്പം കണ്ടാലറിയാം നല്ല രീതിയിൽ തന്നെ എൻ്റെ തലയിൽ എണ്ണയുണ്ട്. നമ്മൾ സാധാരണ പാക്കുകളൊക്കെ തലയിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും എണ്ണ തേക്കണമെന്ന് പറയുമല്ലോ, അതിലും കുറച്ചും കൂടെ കൂടുതൽ എണ്ണ ഇങ്ങനെ ഷാംപൂവോ അതുപോലെ തന്നെ ഈ താളിയോ ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും ഇട്ട് കൊടുക്കണം. ഇപ്പം കണ്ടാലറിയാം നല്ലതുപോലെ തന്നെ എൻ്റെ തലയിൽ എണ്ണയുണ്ട്. ഇനി നമുക്ക് ഈ താളി തലയിൽ ഇട്ട് കൊടുക്കാവേ. നല്ലൊരു വഴവഴപ്പുള്ളൊരു കൺസിസ്റ്റൻസിയിലാണല്ലോ ഈ ഒരു താളി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നല്ലതുപോലെ തന്നെ സ്കാൽപ്പിലേക്ക് വേഗത്തിൽ ഇതൊന്ന് ഇറങ്ങി ചെല്ലുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മുടിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓരോ വകകളാക്കി തിരിച്ച് തന്നെ വേണം, ഓരോ ചെറിയ ചെറിയ സെക്ഷൻസ് ആക്കി മുടിയെ തിരിച്ചിട്ട് വേണം ഇതൊന്ന് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. മുടിയിലുള്ള അഴുക്കെല്ലാം പോകുക, അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു താളിയാണിത്. അതുകൊണ്ട് കംപ്ലീറ്റ് മുടിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വരാവേ. ഇപ്പം ഈ താളി കംപ്ലീറ്റ് ആയിട്ടും തലയിലും അതുപോലെ തന്നെ മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ തലയിൽ വെച്ചേക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്നാൽ വെച്ചേക്കാൻ പറ്റത്തില്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഈ താളി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ പ്രിയ. Ta-ta.